എറണാകുളം ജില്ലയിലെ 4 ഗ്രാമപഞ്ചായത്തുകളുടെ ആശ്രയമായ ചെങ്ങൽത്തോടിന്റെ നവീകരണം നീണ്ടുപോകുന്നത് ജനങ്ങളിൽ അമർഷമുളവാക്കുന്നു. തോടിന്റെ നവീകരണം നാടിന്റെ വളർച്ചയ്ക്കും ആവശ്യമാണെന്നും നാട്ടുകാർ പറയുന്നു. എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ച ജനതയുടെ പിന്മുറക്കാരാണ് മേൽസൂചിപ്പിച്ച 4 ഗ്രാമപഞ്ചായത്തുകളിലായി ജീവിക്കുന്നതെന്ന് പ്രദേശത്തെ പ്രമുഖനായ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ പറയുന്നു. പരിസ്ഥിതിയെയും പുഴയെയും മണ്ണിനെയും അതിരറ്റ് സ്നേഹിക്കുകയും അവയുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും അന്നുള്ളവർ ഒരുപാട് പ്രയത്നിച്ചിരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ പിന്നീട് വന്ന തലമുറ ലാഭക്കൊതി പൂണ്ട് പുഴയും തോടും കയ്യേറി നാടിന്റെ പച്ചപ്പും സമ്പൽ സമൃദ്ധിയും ഇല്ലാതാക്കുകയായിരുന്നു. നെടുമ്പാശ്ശേരി, ചെങ്ങമനാട്, ശ്രീമൂലനഗരം, കാഞ്ഞൂർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ നീരുറവ നിലനിർത്തിയിരുന്ന കാർഷിക മേഖലയുടെ പുരോഗതിക്കും ശുദ്ധജല ലഭ്യതയ്ക്കും സഹായിച്ചിരുന്ന നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്ന നീരൊഴുക്കായിരുന്നു ഒരു കാലത്ത് ചെങ്ങൽത്തോട്. കാലടിക്ക് സമീപം ചെങ്ങൽ ഭാഗത്തു നിന്ന് പെരിയാറിന്റെ കൈവഴിയായി തുടക്കം. പിന്നീട് കിലോമീറ്ററുകളോളം 10,000-കണക്കിന് ആളുകളുടെ ജലാവശ്യം നിറവേറ്റിയിരുന്ന ചെങ്ങൽത്തോട് ചെങ്ങമനാട് പാനായിത്തോടിൽ എത്തി അവിടെ നിന്ന് പെരിയാറിന്റെ മറ്റൊരു കൈവഴിയായ കമ്പനിക്കടവിൽ എത്തിച്ചേരുന്നു. 15 കിലോമീറ്ററുകളിലധികം ദൂരം ഒഴുകുന്ന ചെങ്ങൽത്തോട് നിരവധി ഭൂവിഭാഗങ്ങളെയാണ് കാർഷിക സമ്പന്നമാക്കിയിരുന്നത്. ഇന്നതൊക്കെ പോയ കാലത്തെ ഓർമ്മകൾ മാത്രമാണെന്ന് നാട്ടുകാർ പറയുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനിൽ കാഞ്ഞിലി ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെങ്ങൽത്തോട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് വന്നവരുടെ അശ്രദ്ധയും താല്പര്യമില്ലായ്മയും മൂലം ലക്ഷങ്ങൾ മുടക്കി ചെയ്ത നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങ് തടിയാവുകയായിരുന്നു. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 2011-12 ഈ തോട് സർവേ ചെയ്യാനും തീരുമാനിച്ച് അതിനുള്ള ഇവിടെ ഒരു കമ്മിറ്റിയൊക്കെ വിളിച്ച് അത് ചെയ്ത് സർവേയറൊക്കെ വന്ന് അവിടുത്തെ ആൾക്കാരെ തന്നെ ഏൽപ്പിച്ച് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി, പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കി, അതുപോലെ സർവേ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സ്ഥലം വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ചെയ്യാനായിട്ട് സർവേയർ അന്നുണ്ടായില്ല. സർവേയർ പോയായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത സർവേയർ വന്നിട്ടുണ്ട്. MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത സർവേയർ വന്ന് ഇപ്പോൾ കുറച്ച് സ്ഥലം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇപ്പോൾ ഇത്തിരി മന്ദഗതിയിലാണ് അതിൻ്റെ പോക്ക് നീങ്ങണത്. നല്ല മഴ വന്ന് ആൾക്കാരുടെ വീടുകളിലൊക്കെ, കുറച്ച് ആൾക്കാരുടെ വീടുകളിലും അംഗനവാടികളിലൊക്കെ വെള്ളം കയറി. പക്ഷേ എന്നാലും അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ ഇവിടെ ഈ തോടുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ പായലുകൾ എല്ലാം വാരി ക്ലീനാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എല്ലാവരും നല്ല ക്ലീനാക്കി. പക്ഷേ ഇതിനകത്ത് ആ പായലൊക്കെ വായോടുകൂടി തന്നെ വെള്ളം നല്ല അടിയൊഴുക്കോടുകൂടി വെള്ളം അങ്ങോട്ട് നേരിട്ട് പോകാണ്. തടഞ്ഞു നിൽക്കാനുള്ളൊരു സംവിധാനമില്ല. അപ്പോൾ കുടിവെള്ളക്ഷാമം ഇവിടെ രൂക്ഷമാണ്. നമ്മുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളക്ഷാമത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ വിളിച്ച് പറയാണ്, ഇവിടെ ഈ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോയി ഞങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ വിഷയം വരും, ചേച്ചി അതെന്തെങ്കിലുമൊക്കെ പഞ്ചായത്തിനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാർഷികാവശ്യങ്ങൾക്ക് ചെങ്ങൽത്തോടിന്റെ പനയക്കടവ് ഭാഗത്ത് താൽക്കാലിക ബണ്ട് കെട്ടി പുത്തൻതോടിലെ ഇറിഗേഷൻ കനാലിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്നതും നമ്പർ 1 ലിഫ്റ്റ് ഇറിഗേഷൻ വഴി വെള്ളം പമ്പ് ചെയ്ത് വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചിരുന്നതായും ഇവിടെയുള്ളവർ പറയുന്നു. നീരുറവ് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ചെങ്ങൽത്തോടിൻ്റെ ബദൽ നടപടികൾ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ തോടിന് നീരുറവ് ഉണ്ടാവുകയുള്ളൂ. ചെങ്ങമനാട് പുറയാറിൽ അൻവർ സാദത്ത് MLA അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി സർവേ നടപടികൾ ആരംഭിച്ചെങ്കിലും സർവേയർ സ്ഥലം മാറ്റം കിട്ടിപ്പോയതോടെ എല്ലാം മുടങ്ങിയ അവസ്ഥയിലാണുള്ളത്. 50 മീറ്ററോളം വീതി ചില ഭാഗങ്ങളിൽ ചെങ്ങൽത്തോടിനുണ്ട്. 30 മീറ്റർ വീതിയാണ് തുടക്കം മുതൽ അവസാനിക്കുന്നിടം വരെ കണക്കാക്കിയിരിക്കുന്നത്. നിലവിൽ പല ഭാഗത്തും കയ്യേറ്റങ്ങളും മറ്റും നടന്നതിനാൽ ഒരാൾക്ക് ആഞ്ഞൊന്ന് ചാടിയാൽ അപ്പുറം കടക്കാവുന്ന വീതിയേ ഉള്ളൂ. പല ഭാഗത്തും നീരൊഴുക്ക് തന്നെ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. പല ഭാഗങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളാൻ ചെങ്ങൽത്തോടിന്റെ ചില ഭാഗങ്ങൾ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗപ്പെടുത്തുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് ചെങ്ങൽത്തോട് നവീകരണത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും വേണമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.